ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് സമയമൊന്നും മെനക്കെട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഉണ്ടാക്കാൻ കുറേ ടൈം വേണ്ടി വരുമോ, മടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം പറയുമ്പോഴത്തേനും റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ 2-3 പഴം ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ പഴം നല്ല ഭാഗമായിട്ടിട്ട് നല്ല അളിഞ്ഞ പോലത്തെ പഴം വരരുത്. കുറച്ച് ഭാഗം കുറവുള്ള പഴം ചെറുതാക്കി ഇതേപോലെ നുറുക്കിയിട്ട് അത് നമുക്ക് നെയ്യിൽ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. പിന്നെ അതേ പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. പക്ഷേ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, കാരണം ഞാനിത് മുന്നൊരു പ്ലാൻ വെച്ചിട്ട് ചെയ്തൊന്നുമല്ല, പെട്ടെന്ന് തന്നെ തോന്നിയതാണ് എനിക്ക് ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ പകരം കുറച്ച് ബദാം എടുത്തിട്ട് മുറിച്ചിട്ട് അതാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കൂടെ ഒരു 3 മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തൊന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. പിന്നെ അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു 2 ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പഴം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഭാഗം ഇട്ടിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചൂടായ പാനിൽ നെയ്യ് തടവിയിട്ട് നമ്മുടെ മിശ്രിതം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് 2 സെക്കൻഡ് ചൂടായി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അടിയിൽ വേറെ ഒരു തട്ട് വെച്ച് കൊടുക്കണം, കാരണം മുട്ട ചേർത്തതായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച റോസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് സമയം ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക. ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മുറിച്ച് കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കായ്പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്